ലീഡ് ആഡിനകത്ത് സെർച്ച് ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യാണെന്ന് ഓർത്തോ. ഇപ്പം നെയിമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് നെയിമിംഗ് അല്ല, ക്യാമ്പയിൻ്റെ സ്ട്രാറ്റജീനെ പറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈക്ക് പിന്നായറിനെ പറ്റിയാണ്, .comനെ പറ്റിയാണ് ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ലൊക്കേഷൻ വൈസ് കാലിക്കറ്റിൽ ഓഫീസ് ഉണ്ട്, കൊച്ചിയിൽ ഓഫീസ് ഉണ്ട്. സോ ഈ 2 ലൊക്കേഷൻ വൈസ് ആയിരിക്കും ഞാൻ ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്നത്. എൻ്റെ സ്ട്രാറ്റജി ക്യാമ്പയിൻ ലൊക്കേഷൻ വൈസ് ആയിരിക്കും, എൻ്റെ ഫണ്ട് ലൊക്കേഷൻ വൈസ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഐ വിൽ ബി ക്രിയേറ്റിംഗ് 2 ക്യാമ്പയിൻസ്, ക്യാമ്പയിൻ 1, ക്യാമ്പയിൻ 2. ഓക്കെ. പിന്നെ ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ആയിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഒന്ന് പറഞ്ഞത്, ഇപ്പം ഒരു ഫ്ലാറ്റ് വിൽക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ഒന്ന് നമുക്ക് എന്തായിരിക്കും കേരളം ഉണ്ടായിരിക്കും, ഒന്ന് നമുക്ക് എന്തായിരിക്കും ഇന്ത്യ ഉണ്ടായിരിക്കും, ഇന്ത്യയിൽ കേരള എക്സ്ക്ലൂഡഡ് ആയിരിക്കും, ഒന്ന് നമുക്ക് UAE ഉണ്ടായിരിക്കും, UAE-നകത്ത് ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ് എക്സ്ക്ലൂഡഡ് ആയിരിക്കും, അല്ല പിന്നെ UAE-യുടെ കൺട്രി മാത്രമേ നമ്മൾ കണക്ട് ചെയ്യത്തുള്ളൂ. ദെൻ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആരോടും. ഈ 4 ക്യാമ്പയിൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ക്യാമ്പയിൻ സെറ്റ് പ്ലാനിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പയിൻ പ്ലാനിങ് എന്താണ്? സോ ഈ ക്യാമ്പയിൻ പ്ലാനിങ്ങിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ക്യാമ്പയിൻ്റെ നെയിം വരാം. ഓക്കെ, സോ ഇത് നമുക്ക് സെർച്ച് ആഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? കാലിക്കറ്റിന് വേണ്ടിയാണ്. നമ്മൾ മൊത്തം റിസർച്ച് ചെയ്ത കാലിക്കറ്റ് ക്യാമ്പയിൻ ആണ്. ഓക്കെ, സോ കാലിക്കറ്റ് ക്യാമ്പയിൻ ആണ്, സെർച്ച് ആഡ് ആണ്, SA ആണ് സെർച്ച് ആഡിന് വേണ്ടി. പിന്നെ SA എഴുതണമെന്നൊന്നുമില്ല, നമുക്ക് അതിന്റെ സ്ട്രക്ചർ തന്നെ മനസ്സിലാവും സെർച്ച് ആഡ് ആണ്. ഒരു സാധാരണ ഒരു പോയിന്റും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ന്യൂ ക്യാമ്പയിന് ലീഡ്സിനകത്ത് സെർച്ചിനകത്ത് എന്താണ് ഓബ്ജക്റ്റീവ്? സെലക്ട് എ വേ വുഡ് യു ലൈക്ക് ടു റീച്ച് യുവർ ഗോൾ. എങ്ങനെയാണ് നിങ്ങൾ ആ റീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ലീഡ് അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ലീഡ് ഫോം സബ്മിഷൻ ആണോ, ആപ്പ് ഡൗൺലോഡ് ആണോ, സ്റ്റോർ വിസിറ്റ് ആണോ, ഫോൺ കോൾ ആണോ, വെബ്സൈറ്റ് വിസിറ്റ് ആണോ? ഞാൻ ത്രൂ വെബ്സൈറ്റ് വിസിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ വെബ്സൈറ്റ് വിസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വെബ്സൈറ്റ് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിനകത്ത് ആഡ് ചെയ്താലും മതി. സോ ഐ എം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ webinaire.com ജസ്റ്റ് ആഡ് ചെയ്യാണ്. ഇനി ഇതാണ് കൺവേർസൺ. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് മിസ്സായി. കൺവേർസൺ, സ്റ്റാർട്ട് ട്രാക്കിംഗ് യുവർ ലീഡ് ആസ് എ വെബ്സൈറ്റ് കൺവേർസൺ. കൺവേർസൺ ട്രാക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ കൺവേർസൺ ട്രാക്കിംഗ് ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുണ്ട്. ലീഡ് ബിസിനസ്സിനെ ക്യാപ്ചർ ചെയ്യുന്ന കൺവേർസൺ, സെയിൽസിനെ ക്യാപ്ചർ ചെയ്യുന്നത് കൺവേർസൺ എങ്ങനെയാണ് മനസ്സിലാവുക. ദാറ്റ് ഇസ് ദ വേ ഓഫ് ദി സ്റ്റാർട്ട് ട്രാക്കിംഗ് യുവർ ലീഡ് ആസ് എ വെബ്സൈറ്റ് കൺവേർസൺ. സോ നമ്മൾ ഇപ്പം കൺവേർസൺ സെക്ഷൻ ചെയ്യുന്നില്ല, നമുക്ക് ലാസ്റ്റിൽ നോക്കാം കൺവേർസൺ സെറ്റപ്പ് എന്താണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോ കൺവേർസൺ സെറ്റപ്പ് ഉണ്ട്. സോ നമുക്കിത് കാലിക്കറ്റ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത, കാലിക്കറ്റും സെർച്ച് ആഡും ആണ്. കണ്ടിന്യൂ. ഓക്കെ, സോ നമ്മൾ ക്യാമ്പയിൻ്റെ ബേസിക് സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബിഡിങ്ങിലേക്കാണ് വരുന്നത്. സോ ബിഡിങ്ങിനകത്ത് 2 ടൈപ്സ് ഓഫ് ബിഡിംഗ് ആണ് വരുന്നത്. ഒന്ന് ഓട്ടോമേറ്റഡ് ബിഡാണ്, ഒന്ന് മാനുവൽ ബിഡ്. സോ മാനുവൽ ബിഡ് ആക്ച്വലി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ബിഡാണ്. ഓട്ടോമേറ്റഡ് ബിഡ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഗൂഗിൾ ആണ്. ഓക്കെ, സോ ഇപ്പം വാട്ട് യു വാണ്ട് ടു ഫോക്കസ് ഓൺ? ക്ലിക്സ് ആണോ? എന്താണ് നിങ്ങളുടെ ഫോക്കസ് പോയിന്റ്? സോ യു ക്യാൻ സീ ദാറ്റ് കൺവേർസൺ ഉണ്ട്, കൺവേർസൺ വാല്യൂ ഉണ്ട്, ക്ലിക്സ് ഉണ്ട്, ഇംപ്രഷൻ ഷെയർസ് ഉണ്ട്. ഒബ്വിയസ്ലി കൺവേർസൺ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഈ പേജിനകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കൺവേർസൺ ആയിട്ട് കൺസിഡർ ആവും. കൺവേർസൺ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ കൊടുക്കും ഇതിനകത്തോട്ട്. ഇപ്പം ഇ-കോമേഴ്സ് ആണെങ്കിൽ വാല്യൂ കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അയാൾ 100 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ വാല്യൂ എത്രയാണ്? 100 രൂപയുടെ പർച്ചേസ്. 100 ഭയങ്കര സിമ്പിളാണ്. ഇ-കോമേഴ്സിനകത്ത് വാല്യൂ കൊടുക്കാം. സോ കുറച്ചും കൂടി ഇ-കോമേഴ്സ് ഫോക്കസ്ഡ് ആണ് ഈ കൺവേർസൺ വാല്യൂ ആക്ച്വലി ഉള്ളത്, ആ ബിറ്റ്. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഡ്സിനും ഒരു വാല്യൂ കൊടുക്കാം. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു 10 ലീഡ് കിട്ടിയാലാണ് ഒരു കൺവേർസൺ നടക്കുന്നത്, ഒരു ബിസിനസ് നടക്കുന്നത്. നിങ്ങൾ 25,000 റുപ്പീസിൻ്റെ ആണ് ഒരു ബിസിനസ് നടക്കുന്നത്. 25 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 2,500 ആണ് ഒരു ലീഡിന്റെ കോസ്റ്റ് വാല്യൂ. ക്ലിയർ ആയോ? 10,000 ബിസിനസ് നടക്കുന്നത്, അതിനകത്ത് 10 ലീഡ് വന്നാലാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ജസ്റ്റ് 25 ഡിവൈഡഡ് ബൈ 10, 2,500 റുപ്പീസ് ആണ് നിങ്ങളുടെ ഒരു ലീഡിന്റെ വാല്യൂ. ക്ലിയർ ആയോ? സോ അങ്ങനെയാണ് വാല്യൂ. ലീഡിനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആവുന്ന ഏതിനാണ്? ഷോപ്പിംഗ് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസിന് വേണ്ടിയാണ് കുറച്ചും കൂടെ ഇത് ഫീസിബിൾ ആവുന്നത്. സോ ഞാനിവിടെ കൺവേർസൺ ഫോക്കസ് ചെയ്തിട്ട് പോവാം. സോ ബട്ട് കൺവേർസൺ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കൺവേർസൺ സാധനം സെറ്റപ്പ് ചെയ്യണം. കൺവേർസൺ സെറ്റ് ചെയ്താലും മാത്രമേ കൺവേർസൺ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ. സോ ഇതിപ്പോൾ ആദ്യം നമ്മളോട് പറയാം ലെറ്റ്സ് സെറ്റ് അപ്പ് ദ കൺവേർഷൻ. സോ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ലിക്സ് വെച്ചിട്ട് പോവാം. ഇംപ്രഷൻ ഷെയർസ് പിന്നെ ഏറ്റവും വേസ്റ്റ് സെക്ഷനാണ്, ഒരു ട്രാക്കിംഗ് പ്രോസസ്സാണ്. ലൈക്ക് ആരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംപ്രഷൻ ഷെയർസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പ്രോപ്പർ അല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ക്ലിക്കെങ്കിലും കിട്ടണം. സെറ്റ് എ മാക്സിമം കോസ്റ്റ് പെർ ബിഡ് ലിമിറ്റ്. എത്ര കോസ്റ്റ് പെർ ബിഡ് ലിമിറ്റ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, യു ക്യാൻ സെറ്റ് ദാറ്റ്. ലൈക്ക് CPC ബിഡ് ലിമിറ്റ് എത്രയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ദ വൺ. നമ്മളവിടെ ഏവറേജ് ഒരു കോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഫോർ കാൽക്കുലേഷന് വേണ്ടി ഞാനിപ്പോൾ ഒരു 32 രൂപ ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടേക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് പിന്നെയും എഡിറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ബിഡ് മോർ എഫിഷ്യൻ്റ്ലി വിത്ത് മാക്സിമൈസ് കൺവേർഷൻ, ഇതെല്ലാം അവർ ഫുള്ളി ഓട്ടോമേറ്റഡ് ബിഡ്, കുറച്ചും കൂടെ ഓട്ടോമേഷനിലേക്ക് അവർ കൊണ്ടുപോകണം. സോ വെൻ എവർ ഐ സ്റ്റാർട്ട് എ ക്യാമ്പയിൻ ഐ ഗോ വിത്ത് ദ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിഡിങ്. ഒന്നെങ്കിൽ ഞാൻ മാനുവൽ ബിഡായിരിക്കും പോവുക. ഫസ്റ്റ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം മാർക്കറ്റിനെ പറ്റി. ആദ്യ ദിവസം തന്നെ എനിക്ക് പൈസ ചിലവാക്കാനില്ല. സോ ഐ ഹാവ് ഓൾറെഡി പ്രിപ്പയർഡ് മൈ മൈൻഡ്, ഇത്ര രൂപയാണ് ചിലവാക്കുന്നത്, ഓരോ കീവേഡിന് ഇത്ര രൂപ വെച്ചിട്ട് നമ്മൾ മാനുവൽ ബിഡ് ചെയ്യും. ദെൻ മാനുവൽ ബിഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് മാക്സിമൈസ് ക്ലിക്സിനകത്താണ്. സോ മാക്സിമൈസ് ക്ലിക്ക് ഒരു ഓട്ടോമേറ്റഡ് ബിഡ് ആണ് വിച്ച് ഡിസൈഡ്സ് ദാറ്റ് ആ ബജറ്റിനകത്ത് മാക്സിമം ക്ലിക്സ് കൊണ്ടുവരാൻ. ഓക്കെ. ഈ രണ്ട് സാധനമാണ്. ഓട്ടോമേറ്റ് ബിഡ് ആയതുകൊണ്ട് എന്താണ് ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ വെൻ ഡിമാൻഡ് ഈസ് ഹൈ അവർ ഫണ്ട് കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കും. വെൻ ഡിമാൻഡ് ഈസ് ലോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിഡ് കുറയ്ക്കും. ബട്ട് നമ്മൾ മാനുവലി ബിഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 5 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈ ടൈമിലും 5 രൂപയായിരിക്കും, ലോ ടൈമിൽ 5 രൂപയായിരിക്കും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻ്റ് ആണ്, നോർമൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരാൻ പോകുന്ന ടൈം എപ്പോഴാണ്? മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, സെക്കൻഡ് ലഞ്ച്, തേർഡ് ഡിന്നർ ടൈം. ഓക്കെ. ഈ ടൈമിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീറ്റർ നിങ്ങളുടെ ബിഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ മാനുവൽ ബിഡ് ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ ടൈമിലും 24 മണിക്കൂറും നിങ്ങളുടെ സെയിം ബിഡിങ് ആയിരിക്കും. ബട്ട് വെൻ യു ഗോ ഫോർ ഓട്ടോമേറ്റഡ് ബിഡ് ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദിസ്. ലൈക്ക് ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് ആ ബിഡ് കുറയ്ക്കും, ഡിമാൻഡ് ഉള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി ബിഡ് കൂട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? സോ അതാണ് ഈ ബിഡിങ്ങിൻ്റെ സ്ട്രാറ്റജിനകത്ത് ഓട്ടോമേറ്റഡ് വേഴ്സസ് മാനുവലിനകത്തുള്ള ഡിഫറൻസ്. ബട്ട് നമ്മൾ ഭയങ്കര ലിമിറ്റഡ് വിത്ത് ബഡ്ജറ്റ് ആണ്, സെക്ഷൻസ് എല്ലാം ആണെങ്കിൽ നമുക്ക് പണ്ടെല്ലാം എന്താ പറയുന്ന മാനുവൽ ബിഡ് ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് ഗൂഗിളിൻ്റെ AI അല്ലെ മെഷീൻ ലേണിംഗ് ഇത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. ഇപ്പം ഇവിടെ അത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ഇപ്പം ഗൂഗിളിൻ്റെ ഓട്ടോമേറ്റഡ് ബിഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം സ്റ്റാർട്ടിങ്ങിനകത്ത് നമ്മൾ മാനുവൽ ബിഡിങ്ങിനകത്ത് തന്നെയാണ് പോകുന്നത്. ഐ എം നോട്ട് ഗോയിങ് ഫോർ എനി ദാറ്റ് തിങ്. ഓൺലി ബിഡ് ഫോർ ന്യൂ കസ്റ്റമർ. ഇവിടെ രണ്ട് സാധനമാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആഡ് കണ്ട ആളാണ് നിങ്ങൾ ബിഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ ആളാണ്. So I always prefer to go with the new customer because I am paying money acquiring a new customer. But അതിന് വേണ്ടി നമുക്കൊരു ഡാറ്റ വേണം. This campaign is you are either including audience segment with at least 1000 active member, at least one network. You turn this setting will be added to your audience segment. So ഇപ്പം audience segment നകത്തോട്ട് ഇത് ആഡ് ആവുന്ന സാധനമാണ്. അതിനുവേണ്ടി ആദ്യം ക്യാമ്പയിൻ റൺ ആവണം. ഓക്കെ.